ബ്രിട്ടീഷ് ലിറ്ററേച്ചർ 1-ൽ നിങ്ങളുടെ തേർഡ് സെമ്മിലെ ഫസ്റ്റ് മൊഡ്യൂളാണ് നോക്കാൻ പോകുന്നത്, അതായത് പ്രീ എലിസബീതൻ ലിറ്ററേച്ചർ. സോ സ്റ്റാർട്ടിങ് ഫ്രം ആംഗ്ലോ സാക്സൺ ലിറ്ററേച്ചർ തോമസ് മോർ വരെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഓഡിയോയ്ക്കകത്ത് പറയുന്നത്. അതായത് നിങ്ങളുടെ സിലബസിനകത്ത് മൊഡ്യൂൾ 1-നകത്തുള്ള തിയറി പോർഷൻ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആംഗ്ലോ സാക്സൺ ലിറ്ററേച്ചർ നോക്കാം. ടൈം പീരീഡ് എന്ന് പറയുന്നത് 5th സെഞ്ച്വറിയാണ്. അതായത് ആംഗ്ലോ സാക്സൺസ് ഇംഗ്ലണ്ടിൽ അറൈവ് ആയത് 5th സെഞ്ച്വറിയാണ്. സോ ആ ഒരു പീരീഡ് ഫ്രം 5th സെഞ്ച്വറി ടു 1066, അതായത് നോർമൻ കോൺക്വസ്റ്റ് വരെയുള്ള പീരീഡാണ് നമ്മൾ ആംഗ്ലോ സാക്സൺ ലിറ്ററേച്ചർ അല്ലെങ്കിൽ ആംഗ്ലോ സാക്സൺ പീരീഡ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾഡ് ഇംഗ്ലീഷിലായിരിക്കും ഈ ഒരു ആംഗ്ലോ സാക്സൺ ലിറ്ററേച്ചർ അല്ലെങ്കിൽ ലിറ്ററി വർക്ക്സ് ഒക്കെ എഴുതിയിരുന്നത്. ആൻഡ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഓറൽ ട്രഡീഷനാണ് ഈ ഒരു ലിറ്ററേച്ചറിനുള്ളത്. അതായത് ഓറൽ ട്രഡീഷൻ എന്ന് വെച്ചാൽ വാമൊഴിയായിട്ട്. ഓക്കെ, കീ ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ചാൽ ഓറൽ ട്രഡീഷൻ, അതാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. സ്റ്റോറീസ് ആണെങ്കിലും പോവംസ് ആണെങ്കിലും പോയറ്റ്സ് ഓറലി ആയിരുന്നു പാസ് ചെയ്തിരുന്നത് ബിഫോർ ബീയിങ് റിട്ടൺ ഡൗൺ. ദെൻ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് തീംസ് ഇതിനകത്ത് വരുന്നത് ഹീറോയിസം, ഫെയ്റ്റ്, റിലീജിയൻ, ലോയൽറ്റി, അതുപോലെ തന്നെ ലൈഫിൻ്റെ ആ ഒരു ഇംപെർമനൻസ് ഉണ്ടല്ലോ, ട്രാൻഷ്യൻ്റ് നേച്ചർ ഓഫ് ലൈഫ്, അതൊക്കെയായിരുന്നു ഇതിനകത്ത് വന്നുകൊണ്ടിരുന്നത്. തേർഡ് വൺ എന്ന് പറയുന്നത് അലിട്രേഷൻ, അതായത് സ്ട്രക്ചർ. ഇപ്പോൾ റൈറ്റിങ്സിനകത്തുള്ള പോയംസ് ആണെന്നുണ്ടെങ്കിലും സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരുപാട് റെപ്പറ്റീഷൻ അല്ലെങ്കിൽ അലിട്രേഷൻ വരുന്നുണ്ടായിരുന്നു. പിന്നെന്താണ്, ഒരുപാട് മെറ്റഫോറിക്കൽ കോമ്പൗണ്ട്സ്, അതായത് മെറ്റഫേഴ്സിൻ്റെ തന്നെ കോമ്പൗണ്ട് ആയിട്ടുള്ള രീതിയിലുള്ള മെറ്റഫേഴ്സ് യൂസ് ചെയ്തിരുന്നു. പിന്നെ ഫോർ എക്സാമ്പിൾ ലൈക്ക് സീക്ക്, കടലിന് പകരം എന്താണ് പറയുന്നത്, വെയിൽ റോഡ് എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് വെയിൽസിൻ്റെ റോഡ്, WHALES, വെയിൽ റോഡ്, അതാണ് മെറ്റഫോറിക്കൽ കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ടേംസ് ഒക്കെ ആയിരുന്നു അവർ യൂസ് ചെയ്തിരുന്നത്. പിന്നെ പോയട്രി ആണെങ്കിലും പ്രോസ് ആയിരുന്നു. പോയട്രിയും പ്രോസും ആയിരുന്നു മെയിൻ 2 ഫോംസ് ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. പോയട്രി ആയിരുന്നു വളരെ ഡോമിനൻ്റ് ആയിട്ടുണ്ടായിരുന്നത്, ബട്ട് പ്രോസും ഫ്ലറിഷ്ഡ് ആയിരുന്നു. പക്ഷേ അതിനകത്തൊക്കെ ക്രിസ്ത്യൻ ഇൻഫ്ലുവൻസ് കൂടുതലായിട്ടും പ്രോസിനകത്ത് കണ്ടുവന്നിരുന്നു. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓതേഴ്സ് എന്ന് പറയുമ്പോൾ ബിയോവൂൾഫ് ഉണ്ട്. ഫേമസ് ആയിട്ടുള്ള ആംഗ്ലോ സാക്സൺ എപ്പിക്കാണ്, ഇമ്പോർട്ടൻറ്റ് വർക്കാണ് ബിയോവൂൾഫ് എന്ന് പറയുന്നത്. ആൻഡ് അതിൻ്റെ ഓതർ അനോണിമസ് ആണ് കേട്ടോ. തീം എന്ന് പറയുന്നത് ഹീറോയിസം, ലോയൽറ്റി ഉണ്ട്, വെഞ്ചൻസ് ഉണ്ട്, ബാറ്റിൽ ബിറ്റ്വീൻ ഗുഡ് ആൻഡ് ഈവിൾ. 3 പാർട്ടായിട്ടാണ് ബിയോവൂൾഫിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ബിയോവൂൾഫിൻ്റെ ബാറ്റിൽസിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. ബിയോവൂൾഫ് ആരുമായിട്ടാണ് ബാറ്റിൽ ചെയ്തിരിക്കുന്നത്? ഗ്രൻറ്റലുമായിട്ടും, ഗ്രൻറ്റലിൻ്റെ മദറുമായിട്ടും, പിന്നെ ഒരു ഡ്രാഗണുമായിട്ടും. പിന്നെ അടുത്ത വർക്ക് എന്ന് പറയുന്നത് ദ വോണ്ടറർ ആൻഡ് ദി സീ ഫെയറർ എന്ന് പറഞ്ഞൊരു വർക്കുണ്ട്. അതെല്ലാം എലിജിയക് പോംസ് ആണ്. അതായത് ഡെത്ത്, ലോസ്, ഇതിനെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞു പോയേക്കുന്നത്. മൂന്നാമത്തെ വർക്ക് എന്ന് പറയുന്നത് ദ ഡ്രീം ഓഫ് ദ റൂഡ്, ROOD. അതൊരു ക്രിസ്ത്യൻ പോവമാണ്. ക്രൈസ്റ്റിൻ്റെ ക്രൂസിഫിക്ഷനും അതുപോലെ തന്നെ ഒരു ക്രോസിൻ്റെ, അതായത് നമ്മുടെ കുരിശിൻ്റെ പെർസ്പെക്റ്റീവിലാണ് ഇത് പറഞ്ഞു പോകുന്നത്. നെക്സ്റ്റ് ആംഗ്ലോ സാക്സൺ ക്രോണിക്കിൾ, അത് കിങ് ആൽഫ്രഡ് ദ ഗ്രേറ്റ് ആണ് അതിനെ കമ്മീഷൻ ചെയ്തത്. ഒരു കളക്ഷൻസ് ഓഫ് സോങ്സ് ആണ് ഹിസ്റ്ററി ഓഫ് ഇംഗ്ലണ്ടിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പിന്നെ കേറ്റ്മെന്റിന്റെ ഹിംസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് റിലീജിയസ് സോങ്സ്. അത് ഏർലിയസ്റ്റ് ആയിട്ടുള്ള നോൺ ഓൾഡ് ഇംഗ്ലീഷ് പോവമാണ്. കേറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു മങ്ക് ആണ് കേട്ടോ. ക്രിസ്ത്യൻ റിലീജിയസ് സോങ്സ് ആയിരുന്നു, ഗോഡിന്റെ ക്രിയേഷനെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടുള്ള. പിന്നെ കിങ് ആൽഫ്രഡ് ദ ഗ്രേറ്റ്, അദ്ദേഹമാണ് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്തത്. ഒരുപാട് വർക്ക്സ് ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തത് ഓൾഡ് ഇംഗ്ലീഷോട് ട്രാൻസ്ലേറ്റ് ചെയ്തതും കിങ് ആൽഫ്രഡ് ദ ഗ്രേറ്റ് ആണ്. അപ്പോൾ ഈ ഒരു ആംഗ്ലോ സാക്സൺ പീരീഡ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് കൾച്ചർ, വാല്യൂസ് ആൻഡ് ബിലീഫ് സിസ്റ്റം, അത് നമ്മുടെ ആംഗ്ലോ സാക്സൺ ലിറ്ററേച്ചർ വായിച്ചു കഴിഞ്ഞാൽ ആ ഒരു ആംഗ്ലോ സാക്സൺ പീരീഡിലുള്ള ബിലീഫും കൾച്ചറും വാല്യൂ സിസ്റ്റവും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നീട് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു പീരീഡും ലിറ്ററേച്ചറുമായിരുന്നു ആംഗ്ലോ സാക്സൻ്റേത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ബീഡ് എന്നുള്ള റൈറ്ററിനെ കുറിച്ചാണ്. അപ്പോൾ ബീഡ് എന്ന് പറയുന്നത് ഓൾസോ നോൺ ആസ് ദി വെനറബിൾ ബീഡ് എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹം ഒരു നോർത്ത് ആംബ്രിയൻ മങ്ക് ആണ്. ഫാദർ ഓഫ് ഇംഗ്ലീഷ് ഹിസ്റ്ററി എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക് ലാറ്റിനിലാണ് എഴുതിയിരിക്കുന്നത്. എക്ലീസിയാസ്റ്റിക്കൽ ഹിസ്റ്ററി ഓഫ് ദി ഇംഗ്ലീഷ് പീപ്പിൾ, അതായത് ഏർലി ഇംഗ്ലണ്ടിൻ്റെ ഹിസ്റ്ററിയും റിലീജിയസ് അക്കൗണ്ടുമാണ് ഇതിനകത്ത് പറഞ്ഞു പോയിരിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് ബിയോവൂൾഫ് ഞാൻ നേരത്തെ പറഞ്ഞു, ഓൾഡസ്റ്റ് ആയിട്ടുള്ള സർവൈവിങ് എപ്പിക് പോവമാണ്. ഓൾഡ് ഇംഗ്ലീഷിലാണ്, അത് സ്കാൻഡിനേവിയയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഹീറോ എന്ന് പറയുന്നത് ബിയോവൂൾഫാണ്. മോൺസ്റ്റർ ഗ്രൻറ്റലിനെയും, ഗ്രൻറ്റലിൻ്റെ മദറിനെയും, ലേറ്റർ ഒരു ഡ്രാഗണിനെയും ഇയാൾ ഇതിനകത്ത് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. തീംസ് എന്തൊക്കെയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. കിങ് ആൽഫ്രഡിനെ അടുത്ത ടോപ്പിക്ക് കിങ് ആൽഫ്രഡ് ആണ്. കിങ് ആൽഫ്രഡ് ദ ഗ്രേറ്റ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഇംഗ്ലണ്ടിനെ യൂണിഫൈ ചെയ്തു, എഡ്യൂക്കേഷനെ, ലിറ്ററസിയൊക്കെ പ്രൊമോട്ട് ചെയ്ത ഒരാളാണ്. ഇമ്പോർട്ടൻറ്റ് ലാറ്റിൻ ടെക്സ്റ്റിനെ ഓൾഡ് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു ഇദ്ദേഹം. ബൈബിളിനെ പോലും ട്രാൻസ്ലേറ്റ് ചെയ്തു. ആംഗ്ലോ സാക്സൺ ക്രോണിക്കിൾ എസ്റ്റാബ്ലിഷ് ചെയ്തത് ഇദ്ദേഹമാണ്. പിന്നെ നോർമൻ കോൺക്വസ്റ്റ്, അത് 1066 ഉണ്ടായിരുന്നത്. വില്യം ദ കോൺകററാണ് അത് ലീഡ് ചെയ്തിരുന്നത്.
പിന്നെ ഈ ഒരു നോർമൻ കോൺക്വസ്റ്റിന് ശേഷം ഇംഗ്ലീഷ് സൊസൈറ്റി കൾച്ചറൽ ലാംഗ്വേജ് അടിമുടി ചേഞ്ചായി. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ടൈമിൽ ഫ്രഞ്ച് ഇൻഫ്ലുവൻസ് വന്നു. അപ്പോൾ അത് ഓൾഡ് ഇംഗ്ലീഷിന് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി അങ്ങനെ മിഡിൽ ഇംഗ്ലീഷിലോട്ടായി മാറി. പിന്നെ ഫ്യൂഡലിസം വന്നു. അപ്പം ഗവൺമെൻറ്റിനെ അല്ലെങ്കിൽ ഗവർണൻസിനെയൊക്കെ കുറച്ചും കൂടി റീഷേപ്പ് ചെയ്തു. ആൻഡ് ഡൂംസ് ഡേ ബുക്ക് എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ടായിരുന്നു. അത് ലാൻഡ് ഹോൾഡിങ്സിനെയും. അപ്പോൾ ഡോംസ് ഡേ ബുക്ക് എന്നുള്ളത് 1086 ഇറക്കിയതാണ്. അതിനകത്ത് ലാൻഡ് ഹോൾഡിങ്ങിനെ കുറിച്ചും റിസോഴ്സസിനെ കുറിച്ചുമാണ് പറഞ്ഞു പോയേക്കുന്നത്. നെക്സ്റ്റ് ബാലഡ്സ് എന്ന് പറയുന്നത് നെറേറ്റീവ് ഫോക്ക് സോങ്സ് അല്ലെങ്കിൽ പോംസിനെയാണ്. അത് മിഡീവൽ പീരീഡിലാണ് പോപ്പുലർ ആയിട്ടിരിക്കുന്നത്. ഓക്കെ, ദെൻ അനോണിമസ് ആയിരിക്കും ടിപ്പിക്കലി ബാലഡ്സ് എന്ന് പറയുന്നത്. അതായത് റൈറ്ററിൻ്റെ പേര് കാണത്തില്ല, ഓറലി ആണ് അത് പാസ് ചെയ്തിരുന്നത്. പിന്നീട് ലവ്, ബിട്രയൽ, ട്രാജഡി അല്ലെങ്കിൽ ഹീറോയിസം ഇതൊക്കെയായിരുന്നു ബാലഡ്സിൻ്റെ ഒരു തീം എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്ന് പറയുന്നത് ദ ബാലഡ് ഓഫ് സർ പേട്രിക് സ്പെൻസ് ഉണ്ട്. പിന്നെ റോബിൻ ഹുഡ് ബാലഡ്സ് ഉണ്ട്. നെക്സ്റ്റ് ഫോൾ ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ എന്നുള്ള ടോപ്പിക്കാണ്. 1453 ഫോൾ ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ഹാപ്പൻ ചെയ്യുന്നത്. അതായത് ബൈസാൻറ്റൈൻ എംപയർ എൻഡ് ആവുന്നു. ഓട്ടോമൻ ടർക്സ് കോൺകർ ചെയ്യുന്നു എംപയറിനെ. ഈ ഒരു ഓട്ടോമൻ ടർക്സിൻ്റെ കോൺകറിങ് എന്ന് പറയുന്നത് റെനസൻസിനെ ആക്സലറേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പം വെസ്റ്റേൺ യൂറോപ്പിലുള്ള ഗ്രീക്ക് സ്കോളേഴ്സ് എല്ലാവരും കൂടി അല്ലെങ്കിൽ സ്കോളേഴ്സ് എല്ലാവരും കൂടി വേറെ സ്ഥലങ്ങളിലോട്ടൊക്കെ മൈഗ്രേറ്റ് ചെയ്യുന്നു. അങ്ങനെ ക്ലാസിക്കൽ നോളജ് റിവൈവ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഈ ഒരു കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ ഫോൾ എന്ന് പറയുന്നത് ഡിസ്കവറി അല്ലെങ്കിൽ എക്സ്പ്ലോറേഷന് മോട്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് തുടർന്നുള്ള ടൈം പീരീഡിൽ. നെക്സ്റ്റ് ഇംഗ്ലീഷ് റെനസൻസ് ആണ്. 1485 to 1625 ആണ്. ഒരു കൾച്ചറൽ റീബർത്ത് അതായിരുന്നു ഇതിൻ്റെ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. വില്യം ഷേക്സ്പിയർ, മാർലോ, എഡ്മണ്ട് സ്പെൻസർ ഒക്കെ കീ ഫിഗേഴ്സാണ്. പിന്നെ എലിസബത്ത് ഫസ്റ്റിൻ്റെ റെയിനിൽ അല്ലെങ്കിൽ റൂളിലാണ് ഇത് ഫ്ലറിഷ്ഡ് ആയത്. ലിറ്ററേച്ചറിലും ആർട്ടിലും സയൻസിലും എല്ലാം നല്ല രീതിയിൽ അഡ്വാൻസ്മെൻറ്റ് വന്നു. ദെൻ ഹ്യൂമനിസം എന്ന് പറയുന്നത് എന്താണ്? ഹ്യൂമനിസം എന്ന് പറയുന്നത് ഒരു ഇൻ്റലക്ച്വൽ മൂവ്മെൻ്റ് ആണ്. ക്ലാസിക്കൽ ടെക്സ്റ്റിനെ, ഹ്യൂമൻ വാല്യൂസിനെ, എഡ്യൂക്കേഷനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത്. സെക്കുലറിസം അതുപോലെ തന്നെ ഹ്യൂമൻ അച്ചീവ്മെൻറ്റിൻ്റെ പൊട്ടൻഷ്യലിനെയൊക്കെ എംഫസൈസ് ചെയ്തിരുന്നതായിരുന്നു ഹ്യൂമനിസം. തോമസ് മോർ, ഇറാസ്മസ് പോലുള്ളവരായിരുന്നു ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഫിഗേഴ്സ്. പിന്നെ റീഫോർമേഷൻ എന്ന് പറയുന്ന ഒരു റിലീജിയസ് മൂവ്മെൻ്റ് ആണ്. 16th സെഞ്ച്വറിയിൽ കാത്തലിക് ചർച്ചിനെ ചലഞ്ച് ചെയ്തൊരു മൂവ്മെൻ്റ് ആണ് റീഫോർമേഷൻ. മാർട്ടിൻ ലൂതർ ആയിരുന്നു ഇതിൻ്റെ മെയിൻ ഫിഗർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജോൺ കാൽവിനും. ഇംഗ്ലണ്ടിൽ ഹെൻറി ദി എയ്ത്തിൻ്റെ റോമുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക്, അങ്ങനെ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിനെ അത് എസ്റ്റാബ്ലിഷ് ചെയ്തു. പ്രിൻറ്റിംഗ് പ്രസ് വില്യം കാക്സ്റ്റണും ഗുട്ടൻബർഗുമാണ് കൊണ്ടുവന്നത്. ബുക്ക് പ്രൊഡക്ഷനെ ഒരുപാട് റെവല്യൂഷനൈസ് ചെയ്തു. ലിറ്ററേച്ചറിനെ ഒരുപാട് ആക്സസിബിളും ആക്കി. വില്യം കാക്സ്റ്റൻ്റെ പ്രിൻറ്റിംഗ് പ്രസ് 1476 പിന്നെ കാൻറ്റർബറി ടെയിൽസിനെയൊക്കെ പ്രിൻറ്റ് ചെയ്തതും ഇംഗ്ലീഷ് പ്രോസിനെയൊക്കെ പോപ്പുലറൈസ് ചെയ്തതും ആഫ്റ്റർ ദി ഡിസ്കവറി ഓഫ് പ്രിൻറ്റിംഗ് പ്രസ് ആയിരുന്നു. ആഫ്റ്റർ ദി ഇൻവെൻഷൻ ഓഫ് പ്രിൻറ്റിംഗ് പ്രസ്. ദെൻ ചോസർ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1343 to 1400 ആയിരുന്നു. ഫാദർ ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നാണ് അറിയപ്പെടുന്നത്. ദ കാൻറ്റർബറി ടെയിൽസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്. കാൻറ്റർബറി ടെയിൽസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പിൽഗ്രിംസിൻ്റെ സ്റ്റോറീസാണ്. അവരെല്ലാവരും കൂടി കാൻറ്റർബറിയിലോട്ട് പോവുകയാണ് പിൽഗ്രിമേജിന് വേണ്ടി. ദെൻ ആ ഒരു വർക്കിനകത്ത് സോഷ്യൽ ക്ലാസസിനെ കുറിച്ചും മിഡിൽ ഇംഗ്ലീഷ് വെർനാക്കുലറും ഒക്കെ യൂസ് ചെയ്തിരിക്കുകയാണ്. അടുത്തത് ലാംഗ്ലൻഡ് എന്ന് പറയുന്നത് പയസ് ദി പ്ലോ മാൻ എന്നുള്ള വർക്ക് എഴുതിയിട്ടുള്ള ഒരാളാണ്. അലിഗോറിക്കൽ പോമാണ് അത് ക്രിസ്ത്യൻ ലൈഫിനെ കുറിച്ചും സൊസൈറ്റിയിലുള്ള കറപ്ഷനെ കുറിച്ചുമാണ് ഈ ഒരു വർക്കിനകത്ത് പറഞ്ഞു പോയേക്കുന്നത്. സ്പിരിച്വാലിറ്റി, മൊറാലിറ്റി, സോഷ്യൽ ജസ്റ്റിസ് ഒക്കെയാണ് ഇതിനകത്ത് തീംസ് ആയിട്ട് വരുന്നത്. വില്യം ലാംഗ്ലൻഡ് എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്. പിന്നെ മിസ്റ്ററി പ്ലേ എന്താണ്, മിറക്കിൾ പ്ലേ എന്താണ്, മൊറാലിറ്റി പ്ലേ എന്താണ്, ഇൻ്റർലൂഡ് എന്ന് പറയുന്നതും എന്താണ്, ഇത് മൊത്തം അറിഞ്ഞിരിക്കേണ്ടതാണ്. മിസ്റ്ററി പ്ലേ എന്ന് വെച്ചാൽ ബിബ്ലിക്കൽ സ്റ്റോറീസ് പറയുന്നതാണ് മിസ്റ്ററി പ്ലേ. എക്സാമ്പിൾ നോവാസ് ആർക്ക്. മിറക്കിൾ പ്ലേസ് എന്ന് വെച്ചാൽ ഈ സന്യാസിമാരുടെ ലൈഫും അവരുടെ മിറക്കിൾസും ഒക്കെ ആയിരിക്കും പറയുന്നത്. മൊറാലിറ്റി പ്ലേ എന്ന് പറയുമ്പോൾ ഈ മോറൽ ലെസൺസ് ടീച്ച് ചെയ്യുന്ന ഡ്രാമാസ്, അതാണ് എക്സാമ്പിൾ എവ്രി മാൻ, അതൊരു മൊറാലിറ്റി പ്ലേ ആണ് ബെൻ ജോൺസന്റെ. നെക്സ്റ്റ് ഇൻ്റർലൂഡ് എന്ന് വെച്ചാൽ ഷോർട്ടായിട്ടുള്ള ഹ്യൂമറസ് പെർഫോമൻസസ്, അതാണ് ഇൻ്റർലൂഡ്. എക്സാമ്പിൾ എന്ന് പറയുന്നത് ജോൺ ഹേവുഡിൻ്റെ 4 പീസ് എന്ന് പറയുമ്പം FOUR 4 പീസ് P'S കേട്ടോ. ദെൻ അടുത്തത് തോമസ് മോർ ആണ്. തോമസ് മോർ എന്ന് പറയുന്നത് ലോയറാണ്, ഫിലോസഫറാണ്, സ്റ്റേറ്റ്സ്മാൻ ആണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക് യൂട്ടോപ്പിയ.
ഒരു ഐഡിയൽ സൊസൈറ്റിയാണ് യൂട്ടോപ്പിയ കാണിച്ചിരിക്കുന്നത്. അതായത് അവിടെ റീസണും കമ്മ്യൂണൽ ഓണർഷിപ്പും, അതായത് അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലുതായിട്ട് കളവും കാര്യങ്ങളും ഒന്നുമില്ല, എല്ലാം ഭയങ്കര നല്ല കാര്യങ്ങൾ മാത്രം നടക്കുന്ന ഒരു യൂട്ടോപ്പിയ. അതിൻ്റെ ഓപ്പോസിറ്റ് ഡയസ്റ്റോപ്പിയ എന്നാണ് പറയുന്നത്. ഡയസ്റ്റോപ്പിയ എന്ന് വെച്ചാൽ ഒരു കംപ്ലീറ്റ്ലി നെഗറ്റീവ് വേൾഡ്. ദെൻ നെക്സ്റ്റ്, അപ്പോൾ ഇത്രയാണ് നമ്മുടെ മൊഡ്യൂൾ 1 തിയറി പറഞ്ഞു പോകുന്നത്.